എനിക്ക് വലിയ തമാശ തോന്നുകയാണ്. മന്ത്രി അവിടെ പോയി, നല്ല കാര്യം. അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് ആ വീട്ടുകാരനായി നൗഫലിനോട് സംസാരിക്കുകയാണ്. വാർത്തകളിൽ കണ്ടത് നൗഫലിനെ അദ്ദേഹം കണ്ടിട്ടേ ഇല്ലാന്നാ. പിന്നെ എന്തിനാ അദ്ദേഹം അവിടെ പോയിരുന്നത്? അവിടെ ആ വീട്ടുകാരൻ്റെ പരാതിയാണല്ലോ പ്രധാന പ്രശ്നം. അയാൾക്ക് ഞാൻ പത്രത്തിൽ കണ്ടത് വിള്ളലുള്ള മുറിയിലേക്ക് അദ്ദേഹം കയറിയില്ലാന്നാ. അപ്പോൾ എന്താണ് വിള്ളൽ, ആർക്കാണ് പ്രശ്നം, എവിടെയാണ് വെള്ളം ചോരുന്നത്, വെള്ളം കിനിയുന്നത് എന്ന് നോക്കുന്നതിനൊക്കെ മുമ്പ് ആ വീട്ടുകാരനെ കണ്ട് സംസാരിക്കാൻ വേണ്ടത്. ഇപ്പം എന്താ ഉണ്ടാവുന്നത്? ആ വീട്ടുകാരനെതിരായിട്ട് അനേകായിരം ആളുകൾ ആക്രമണമാണ്. ഇപ്പോൾ സ്മൃതി പരുത്തിക്കാട് ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ എന്തൊരു ഭീകരമായ സൈബർ ആക്രമണമാണ്. അപ്പോൾ ഈ സൈബർ ആക്രമണമാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് വന്നിരിക്കുകയാണ്. നൗഫലിന് അദ്ദേഹത്തിൻ്റെ പരാതി പറയാൻ അവകാശമുണ്ട്. അത് ഏത് പാർട്ടിക്കാരനാണെങ്കിലും. അതേ ഇവിടുത്തെ ഒരു പൗരനാണ്. എൻ്റെ ധാരണ ശരിയാണെങ്കിൽ 16ഓളം കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ട ഒരു വളരെ നിർഭാഗ്യവാനായൊരു മനുഷ്യൻ്റെ പേരാണ് നൗഫൽ. അദ്ദേഹം ഏത് പാർട്ടിക്കാരനായിക്കോട്ടെ, ഏത് മതക്കാരനോ ജാതിക്കാരനോ ആയിക്കോട്ടെ, പണമുള്ളവനല്ലാത്തവനായിക്കോട്ടെ, അദ്ദേഹത്തിന് കിട്ടിയ വീടിനെ പറ്റി പരാതി പറയാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. സ്മൃതിക്ക് അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ ഒരു മാധ്യമപ്രവർത്തക എന്നുള്ള അവകാശമുണ്ട്. അതിന് മറുപടി പറഞ്ഞാൽ മതി. അതിന് മറുപടി പറഞ്ഞതിന് പകരം ഇവരൊക്കെ തെറി പറഞ്ഞ് അസ്തപ്രജ്ഞരാക്കിയിട്ട് നിരായുധരാക്കിയിട്ട് നിശബ്ദരാക്കാം എന്ന് വിചാരിക്കുക. ഇത് രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് വിചാരിക്കുക. അതാണ് ചാനൽ ചർച്ചകളിൽ വന്നിട്ടോ പത്രത്തിൽ എഴുതിയിട്ടോ വാട്സപ്പിലോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ഈ തരത്തിൽ മറുപടി പറഞ്ഞിട്ട് ഇതൊക്കെ മറുപടിയാണോ? അപ്പോൾ നൗഫലിനെ കണ്ട് സംസാരിക്കുക എന്നുള്ളൊരു എന്ന് വെച്ചാൽ നൗഫൽ ഒരു പ്രതീകമാണ്. അവിടുത്തെ ദുരന്തബാധിതരായ നിർഭാഗ്യവന്മാരായ മനുഷ്യരുടെ കൂട്ടത്തിലെ ഒരാളാണ്, അവരുടെ ഒരു പ്രതിനിധിയാണ് നൗഫൽ. അപ്പോൾ ആ വീടിന് ഏതെങ്കിലും തരത്തിൽ പോരായ്മയുണ്ട് എങ്കിൽ അത് നിവർത്തിച്ചിട്ടേ അതിൻ്റെ പണം തരുവുള്ളൂ എന്ന് ഈ ഊരാളുങ്കലിനോട് പറയുക എന്നുള്ളതാണ് മന്ത്രിയുടെ പണി. അദ്ദേഹം വീട്ടിൽ പോണതിലൊന്നും ഒരു അനൗചിത്യം ഞാൻ കാണുന്നില്ല. പക്ഷേ ആ വീട്ടിൽ പോയാലുള്ള ആദ്യത്തെ പണി നൗഫലിനെ കാണുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇവിടെ ചർച്ച നടക്കേണ്ടിയിരുന്നത് ഈ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തുണ്ടായ തരത്തിൽ ഉരുൾപൊട്ടൽ ഇനി ഇല്ലാതെ നോക്കാൻ പരിസ്ഥിതി സംരക്ഷണ സംബന്ധമായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമുക്കെന്താണ് ഒരു പരിസ്ഥിതി നയം പരിഷ്കരിക്കേണ്ടത്, പ്രകൃതി ഈ തരത്തിൽ നമ്മളോട് പെരുമാറുമ്പോൾ നമ്മൾ പ്രകൃതിയെ പ്രകോപിപ്പിക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്,